സിനിമാസ്വാദകരെ, എനിക്കൊരു 3 വയസ്സുള്ള ഒരു മോളുണ്ട്, പെൺകുട്ടിയാണ്. ഞാനങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് വൈഫും കിടപ്പുണ്ട്. അപ്പം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അവള് പറയുന്നത് അമ്മിതി കുക്കാച്ചി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ അതായത് ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഞാൻ സീരിയസ് ആയിട്ടും സത്യമാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഈ വീഡിയോ യൂട്യൂബിൽ വന്നിട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. 2 വയസ്സായ ഒരു കുട്ടിക്ക്, 2 പെൺകുട്ടികളുണ്ട് കേട്ടോ, അത് ഒരെണ്ണം 4.5 വയസ്സായി. 2 വയസ്സായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് കോക്കാച്ചി എന്ന് തോന്നുന്നത് സത്യം. എൻ്റെ 2 കുഞ്ഞുങ്ങളാണ് അതിനിങ്ങനെ പറഞ്ഞതാണ്. അല്ല, ചിലപ്പോൾ നീ തള്ളണ്ട എന്ന് പറയണ്ട. അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ ഇതൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. അപ്പോൾ തോന്നിയെങ്കിൽ ഇതൊരു കിടക്കും, അതായത് ആയിരിക്കും. കാരണം അത് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഈ ചാനലിൽ ഈ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം മലയാളം മൂവി ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. വേറെ ചാനലുണ്ട്, അപ്പം സമയം കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽ കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള സിനിമാ ന്യൂസുകളായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കട്ട ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ ഇതേയോട് നിർത്താം. അപ്പം മിക്കവാറും നിർത്തട എന്ന് പറഞ്ഞ് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും പക്ഷേ ഇത് പറഞ്ഞു പോവാം. ഏതായാലും അതായത് ആന്റണി വർഗീസ് പെപ്പെ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ നായകനാകുന്ന കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം തായ്ലൻഡിൽ തുടങ്ങി. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കൊടൂരം, ഭീകരം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ കൊച്ചു നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ വഹിക്കുന്നത്, അതായത് ഇതിന്റെ ആക്ഷൻ കോറിയോഗ്രാഫി, അതേപോലുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ ഒരു പക്ക പെർഫെക്റ്റ് സ്ട്രോങ് ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെയേറെ വിജയിക്കും. പിന്നെ ആക്ഷൻ സിനിമകൾ നിർമ്മിച്ച് പരിചയമുള്ള ആളുകളാണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു എന്താ പറയണത്, ഹൈ ലെവലിലേക്ക് വരും. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ആന്റണി വർഗീസ് പെപ്പെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നായകനാണ്. അദ്ദേഹം ആക്ഷൻ സിനിമകൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ വർദ്ധരാത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദ്യ സിനിമ അങ്കമാലി ഡയറീസ് പോലുള്ള സിനിമകൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വേറെ ഒരു സിനിമ ഇറങ്ങിയാൽ അദ്ദേഹം ഒരു ലൈലാസുരൻ എന്ന് പറഞ്ഞൊരു പേരുണ്ടായത്, ഓമയിലയില്ലേ, അങ്ങനെ അത്തരം സിനിമകളിൽ അഭിനയിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു പൂവങ്കോയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായി, അത്തരം സിനിമകളിൽ അഭിനയിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന് വിശേഷണമായി എത്തിയ നമ്മുടെ സിനിമയുണ്ടല്ലോ മാർക്കോ, ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി നമ്മുടെ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ എന്ന് പറയുന്ന ഒരു ഹെവി മാസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. കയ്യിലെരിയുന്ന ഒരു സിഗാറും ചോരയിലിരിക്കുന്ന മുഖവും കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന പെപ്പെ, ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാണ്ടല്ല, ഇതുവരെ കാണാത്ത ഒരു വേഷപ്പകർച്ചയിലാണ് പെപ്പെ വന്നാക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് തോന്നി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ നവാഗതനായ പോൾ ജോർജാണ് സംവിധാനം നിർവഹിക്കുന്നത്. ഈ ചിത്രം ഉറപ്പായിട്ടും പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് എനിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത്. വമ്പൻ സാങ്കേതിക മികവോടും വമ്പൻ ബഡ്ജറ്റോടെയും എത്തുന്ന ഈ ഒരു മലയാള സിനിമ മലയാളത്തിലൊരു വളരെ വലിയൊരു ദൃശ്യവിസ്മയമാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഈ സിനിമയുടെ ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നി. സിനിമയുടെ ചിത്രീകരണത്തിനിടയ്ക്ക് തായ്ലൻഡിൽ തുടക്കം കുറിച്ചിരുന്നു. സിനിമയുടെ ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിംഗ് ആണ് ആദ്യം ഉണ്ടായത്. ആന്റണി വർഗീസ് പെപ്പയ്ക്ക് പരിക്കേറ്റിരുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ആനയുമായുള്ള ഒരു ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചിരുന്നത്. താരത്തിന്റെ കൈക്ക് പൊട്ടലുള്ളതായിട്ടാണ് അണിയറ പ്രവർത്തകർ പത്രങ്ങളിലൂടെ വായിക്കാൻ മനസ്സിലാക്കുന്നത്. ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ആക്കി. അതിനുശേഷം താരം ഇപ്പോൾ വിശ്രമത്തിലാണ്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഉടനെ താൽക്കാലികമായി നിർത്തിയിട്ട് അടുത്ത ഷെഡ്യൂൾ ഉടനെ തുടങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ലോക പ്രശസ്ത തായ്ലൻഡ് മാർഷ്യൽ ആർട്സ് ചിത്രമായ ഓംബാക്കിന്റെ സ്റ്റണ്ട് കോറിയോഗ്രാഫർ കെമ്പഡിയുടെ, അതായത് കെച്ച കെമ്പഡി എന്ന് പറയുന്ന അയാളുടെ പേര്, കാട്ടാളൻ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹത്തിന്റെ ടീമാണുള്ളത്. അദ്ദേഹമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു പോങ്ങറൻ ആന അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സിനിമ, അതും ഇതിന്റെ ഭാഗമാവുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പയ്ക്കൊപ്പം പാൻ ഇന്ത്യൻ താരങ്ങൾ മണിനിരക്കുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഈ സിനിമ ഏതായാലും ഹൈപ്പായിരിക്കുള്ളൂ, ഹൈപ്പിൽ ഇറങ്ങുന്ന സിനിമ ആയിരിക്കുള്ളൂ. അത് മാത്രമല്ല ഇതൊരു വമ്പൻ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഒരു ടെക്നിക്കൽ ടീം, അത് ഈ പുള്ളിക്കാരനെ ഇത് സ്റ്റണ്ട് കോറിയോഗ്രാഫറിനാണ് ഇവിടെ ബാഹുബലി 2 കൺക്ലൂഷൻ, അതായത് പിന്നെ 2012 നമ്മുടെ തുപ്പാക്കി, പൊന്നിയൻ സെൽവൻ പാർട്ട് 1, അതേപോലെ തന്നെ ജവാൻ 2021 ഷാരൂഖ് ഖാന്റെ ജവാൻ സിനിമയുടെയൊക്കെ സ്റ്റണ്ട് ഡയറക്ടറായിരുന്നു. ഓംബാക്കിന്റെ കൊറിയോഗ്രാഫർ ആയിരുന്നു. ബാഹുബലിയുടെ സ്റ്റണ്ട് ഡയറക്ടറായിരുന്നു. അതേപോലെ തന്നെ ഈ തുപ്പാക്കി സിനിമ 2012 തുപ്പാക്കി, വിജയുടെ തുപ്പാക്കി സിനിമയുടെ സ്റ്റണ്ട് കോർഡിനേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടീമാണ് ഈ സിനിമയ്ക്കൊപ്പം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിനിമ ഏകദേശം ആക്ഷന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് വളരെ മികച്ചതാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം സിനിമാ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ
സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരും. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് എന്നെ സ്വാഭാവികമായി ചീത്തൊന്നും പറയാതിരിക്കണ്ട. അപ്പോൾ കുറേ നാളുകളായി ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ കരിയർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നീ നിർത്തുന്നതാണ് നല്ലത് എന്ന് കമൻറ്റ് ചെയ്യേണ്ട, നിർത്തിക്കോളാം വ്യൂസ് ഇല്ലെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. സമയം അത്രയും, അതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഓക്കെ, ബൈ.